വേനൽക്കാലങ്ങളിൽ തീപിടുത്തങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം കണക്കിലെടുത്ത് ആവശ്യമായ മുൻകരുതലും ജാഗ്രതയുമായി ഫയർ ആൻഡ് സേഫ്റ്റി വിഭാഗം. ഇത്തവണ വേനലിൽ ചൂടിന്റെ കാഠിന്യം കൂടുതലാകുമെന്നാണ് അറിയുന്നത്. അനാവശ്യമായി തീയിടുന്ന പ്രവണതകൾ കണ്ടുവരുന്നുണ്ടെന്നും അത്തരം പ്രവണതകൾ ഒഴിവാക്കണമെന്നും അഗ്നിരക്ഷാ വിഭാഗം അധികൃതർ പറഞ്ഞു. വേനലിൽ ചെറുതും വലുതുമായ തീപിടുത്തങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് മുൻകരുതൽ എന്ന നിലയ്ക്ക് കൂടുതൽ ജാഗ്രത വേണമെന്ന ആവശ്യകത ഫയർ ആൻഡ് സേഫ്റ്റി വിഭാഗം അധികൃതർ നൽകുന്നത്. ഇത്തവണ വേനലിൽ ചൂടിന് കാഠിന്യം കൂടുതലുണ്ടാകുമെന്നാണ് അറിയുന്നത്. ഷൊർണൂരിലെ അഗ്നിരക്ഷാ സേനാ വിഭാഗം ഓഫീസിലേക്ക് ഇത്തവണ വേനലിലെ പ്രാരംഭത്തിൽ തന്നെ 25ഓളം കോളുകൾ തീപിടുത്തവുമായി വന്നിട്ടുണ്ട്. സുരക്ഷയുടെ ഭാഗമായി അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ്: വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. അനാവശ്യമായി തീ ഇടുന്ന പ്രവണതകൾ കണ്ടുവരാറുണ്ട്. ഇത്തരം സംഭവങ്ങൾ പരമാവധി ഒഴിവാക്കണമെന്ന് സ്റ്റേഷൻ ഓഫീസർ AK ഗോവിന്ദൻകുട്ടി STV ന്യൂസിനോട് പറഞ്ഞു. വീട്ടുവളപ്പിലും പറമ്പുകളിലും ഉണങ്ങിയ ചപ്പുകളും മറ്റും തീ ഇടുകയാണെങ്കിൽ തന്നെ രാവിലെ 6 മണി സമയങ്ങളിൽ ആവാമെന്നും അധികൃതർ പറയുന്നു. വേനൽ തുടങ്ങി ഇപ്പോൾ തന്നെ തീപിടുത്തം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ ഏകദേശം ഒരു 26 തീപിടുത്തം 26 കോളുകളായിട്ടുണ്ട്. ഈ വേനൽക്കാലം ഒന്നുകൂടി നല്ല സ്ട്രോങ് ആവുന്നതാണ് കേൾക്കുന്നത്, ശക്തി കൂടുന്നതാണ് കേൾക്കുന്നത്. അപ്പോൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും അവരവരുടെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. ഒപ്പം തന്നെ അനാവശ്യമായി തീയിടുന്ന ഒരു പ്രവണതയുണ്ട്, അത് ആവുന്നത് ഒഴിവാക്കാൻ നോക്കുക. ഇനി അങ്ങനെ തീ ഇടുന്നുണ്ടെങ്കിൽ നമ്മുടെ കരിയിലകളും വേസ്റ്റൊക്കെ കൂട്ടി കത്തിക്കണമെങ്കിൽ അതിരാവിലെ അത് കുറച്ച് വെള്ളം എല്ലാം സജ്ജീകരിച്ച ശേഷം മാത്രം തീ കൊളുത്തുക. അല്ലെങ്കിൽ പിന്നെ വൈകുന്നേരങ്ങളിൽ, പക്ഷെ അതെന്തായാലും പടരാതെ അത്രയും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, പടരരുത്. പിന്നെ ഒരേ സമയം തന്നെ നമുക്ക് ഈ ഉച്ച സമയങ്ങളൊക്കെ ഞങ്ങൾക്ക് ഒരേ സമയം 4 കോളുകളൊക്കെ വരുന്നുണ്ട്. ഈ ഇത്രയും സ്ഥലത്തേക്ക് ഒരേ സമയം പോകാനുള്ള നമുക്ക് അത്രയും സ്റ്റാഫുകളും ആനങ്ങളും അത്രയും ഒരേ സമയം 4 എണ്ണമൊക്കെ വരുമ്പോൾ നമ്മളാകെ ബുദ്ധിമുട്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഈ തീയിടുമ്പോൾ അത് ഇടുന്നവർ തന്നെ അത് ആവുന്നതും പടരാതെ, സമീപ പ്രദേശങ്ങളിൽ പടരാതെ ശ്രദ്ധിക്കുക. ഒരേ സമയം ഒന്നിൽ കൂടുതൽ കോളുകൾ വന്നാൽ ഉൾപ്രദേശങ്ങളിലേക്ക് എത്തിപ്പെടാൻ പരിമിതമായ സ്റ്റാഫുകൾ മാത്രമേ ഉള്ളൂവെന്നും അധികൃതർ സൂചിപ്പിക്കുന്നുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ.